ഒരു കുട്ടി ഷോപ്പിംഗ്. അപ്പം നമ്മൾ മക്കളെ സ്കൂളിൽ പോയി എടുത്തിട്ട് ഇതാ തിരിച്ച് നമ്മൾ തിരൂരിലേക്ക് പോവാണ് കേട്ടോ. തിരൂരിൽ പോയി ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട അവിൽ മിൽക്ക്, മൗസി കണ്ടാൽ പിന്നെ അവിൽ മിൽക്ക് കിട്ടുക. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോവുകയാണ്. തിരൂർ മാർക്കറ്റ് ഏവർക്കും സുപരിചിതമായിരിക്കൂലേ. അടിപൊളി ഒരു മാർക്കറ്റാണ്, ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മാർക്കറ്റാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൂടെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് ആദ്യം വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി നിർത്തണ്ടേ. അപ്പോൾ നമ്മുടെ റെയിൽവേയുടെ പാർക്കിംഗ് ഉണ്ട്, നമ്മൾ ആ റെയിൽവേൻ്റെ പാർക്കിങ്ങിലുണ്ട് കൊണ്ടുപോയിടാണ് കേട്ടോ. അവിടെ 20 റുപ്പീസാണ് നമുക്ക് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ കണ്ട ട്രെയിൻ കാണാതെ നമ്മൾ പോകാൻ പറ്റും. അങ്ങനെ കാത്തിരുന്നപ്പോൾ ഇതാ വിളിച്ച് പറയുന്ന ഒരു ട്രെയിൻ വരുന്നുണ്ട്. ഇതാ ട്രെയിനൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ പോയതല്ലേ, ട്രെയിനൊക്കെ കാണണ്ടേ. എല്ലാവർക്കും ഉണ്ടാവും ട്രെയിനൊക്കെ കാണാനുള്ള ആഗ്രഹം. അതിനിപ്പോൾ പ്രായ വ്യത്യാസമൊക്കെ ഉണ്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മളിതാ മൊബൈൽ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. മൊബൈൽ ഷോപ്പല്ല കേട്ടോ, മെയിനായിട്ട് കേസ് കാര്യങ്ങളൊക്കെയുള്ള ഷോപ്പാണ്. അപ്പോൾ അതിന് വേണ്ടി പോയതായിരുന്നു. അതും കഴിഞ്ഞ് ഇതാ നമ്മളിവിടെ പാർക്ക് ചെയ്തു. അപ്പോൾ പച്ചക്കറി വാങ്ങാമല്ലോ, അങ്ങനെ പച്ചക്കറി വാങ്ങാൻ പോയിട്ടുണ്ട് ഹസ്ബൻഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കിയ സമയത്ത് നമുക്ക് പഴയ ഓർമ്മകളിലേക്കൊരു പോക്ക് അങ്ങോട്ട് പോയിട്ടോ. ചെറിയ കുട്ടിയാകുന്ന സമയത്തൊന്നും നമ്മുടെ നാട്ടിലൊന്നും അധികം കടകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആ സമയത്തൊക്കെ ഉപ്പ കൈയും പിടിച്ച് ഇങ്ങനെ ഉപ്പാൻ്റെ കൈയും പിടിച്ച് നടന്ന ഒരു ഓർമ്മ ഇങ്ങോട്ട് മനസ്സിലേക്ക് വന്നപ്പോൾ ശരിക്കും സങ്കടം വന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഒരു IP സ്റ്റോർ ഉണ്ട്, അവിടെ നിന്നായിരുന്നു ഞങ്ങൾ അന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്.